യുദ്ധകാലയളവിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതും വ്യാജമായും കെട്ടിച്ചമച്ചതുമായ ഉള്ളടക്കമടങ്ങിയ വീഡിയോ പ്രചരിപ്പിച്ചു. ഇന്ത്യക്കാർ ഉൾപ്പെടെ തന്നെ 35 പേരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട് UAE ഭരണകൂടം. ഇസ്രായേൽ US ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള പ്രാദേശിക സംഘർഷത്തിനിടയിലാണ് ഇത്തരത്തിൽ വീഡിയോകൾ പ്രചരിപ്പിച്ചത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് ഇവർ ഇത്തരത്തിൽ വീഡിയോകൾ പ്രചരിപ്പിച്ചതായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. 19 ഇന്ത്യക്കാർ ഉൾപ്പെടെ തന്നെ 35 പേരെയാണ് അറസ്റ്റ് ചെയ്യാനായി തന്നെ UAE ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നതും. പ്രതികളെ വേഗത്തിലുള്ള വിചാരണയ്ക്കായി തന്നെ റഫർ ചെയ്തതായി തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാം ആണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട് 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ തന്നെ 10 പേരിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും പുതിയ പട്ടികയിൽ 17 ഇന്ത്യക്കാർ ഉൾപ്പെടെ തന്നെ വിവിധ രാജ്യക്കാരായ 25 വ്യക്തികളെ ഇപ്പോൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. പൊതുക്രമക്കേട് സൃഷ്ടിക്കുന്നതിനും പൊതുസ്ഥിരതയെ തകർക്കുന്നതിനുമായി നിർമ്മിച്ച വിവരങ്ങളുടെയും അതേപോലെ തന്നെ കൃത്രിമ ഉള്ളടക്കത്തിന്റെയും ഒരു വ്യാപനം തുടരുന്നതായി തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ കർശനമായി നിരീക്ഷിക്കുന്നതിനെ തുടർന്നാണ് ഈ നടപടി എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല AI ഉപയോഗിച്ച് ക്ലിപ്പുകളുടെ നിർമ്മാണം, നേതൃത്വവും അതേപോലെ സൈനിക നടപടികളെയും മഹത്വവൽക്കരിക്കുമ്പോൾ സൈനിക ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംസ്ഥാനത്തിന്റെ പ്രചരണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതായി തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പൊതുജനങ്ങളുടെ സമാധാനം തകർക്കുന്നതിനും പൊതുസ്ഥിരതയെ തകർക്കുന്നതിനുമായി തന്നെ വ്യാജ വിവരങ്ങളുടെ ക്രിയാത്മക ഉള്ളടക്കത്തിന്റെയും വ്യാപനം അത് തടയുന്നതിനായി തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി ഇവിടെ സ്വീകരിക്കുന്നത്. മാത്രമല്ല പ്രതികളെ 3 ഗ്രൂപ്പുകളിലായി വിഭജിച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ ചെയ്തതായി തന്നെ അന്വേഷണത്തിലും ഇലക്ട്രോണിക് നിരീക്ഷണത്തിലും കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത്. സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ക്ലിപ്പുകളുടെ പ്രസിദ്ധീകരണം, AI ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്ലിപ്പുകളുടെ നിർമ്മാണം, നേതൃത്വത്തെയും സൈനിക നടപടികളെയും മഹത്വവൽക്കരിക്കുമ്പോൾ സൈനിക ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംസ്ഥാനത്തിന്റെ പ്രചരണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ 5 ഇന്ത്യക്കാർ, ഒരു പാകിസ്ഥാനി, ഒരു നേപ്പാളി, 2 ഫിലിപ്പീനുകൾ, ഒരു ഈജിപ്ഷ്യൻ, അതായത് ഇത്തരത്തിൽ ഇവർ ഉൾപ്പെടെ തന്നെ 10 പ്രതികളുടെ ആദ്യ സംഘം രാജ്യത്തിന്റെ വ്യോമ അതിർത്തിയിൽ മിസൈലുകൾ കടന്നു പോകുന്നതിനും അത് തടയുന്നതിനും അല്ലെങ്കിൽ അതിന്റെ ഫലമുണ്ടാക്കുന്ന ആഘാതവും രേഖപ്പെടുത്തുന്ന ആധികാരിക വീഡിയോ ക്ലിപ്പുകൾ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവങ്ങൾ നിരീക്ഷിക്കുന്ന വ്യക്തികളുടെ ഒത്തുചേരലുകളും അതേപോലെ അവർ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ പൊതുജന ഉത്കണ്ഠയും പരിഭ്രാന്തിയും അത് ഉളവാക്കുന്നതായി തന്നെ സജീവമായ ആക്രമണങ്ങളെ സൂചിപ്പിക്കുന്ന ശബ്ദ എഫക്റ്റുകളും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത്തരം ദൃശ്യങ്ങൾ പ്രതിരോധ ശേഷി അത് തുറന്നു കാട്ടുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവിടെ ശത്രുതാപരമായ വിവരണങ്ങൾ അനുവദിക്കുന്നതിനുമാണ് ഇതിന് സാധ്യത ഏറുന്നതും. അതേപോലെ തന്നെ 5 ഇന്ത്യക്കാരനും നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ വ്യക്തികളും ഉൾപ്പെടെ തന്നെ 7 വ്യക്തികൾ ഇതിൽ ഉൾപ്പെട്ട ഒരു രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഇവിടെ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ UAE നടത്തിയതായി തന്നെ തെറ്റായി അവകാശപ്പെട്ടുകൊണ്ട് AI ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടിച്ചതോ രാജ്യത്തിന് പുറത്തുള്ള സംഭവങ്ങളുടെ പുനർക്രമീകരിച്ചതോ ആയ ദൃശ്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തെറ്റായ അവകാശവാദങ്ങൾക്ക് വിശ്വാസ്യത നൽകുന്നതിനും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുമായി തന്നെ പലപ്പോഴും ദേശീയ പതാകകളോ അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതികളോ ഉൾപ്പെടുത്തുന്ന സ്ഫോടനങ്ങളുടെയും മിസൈലുകളുടെയും ഒരു ക്രിയാത്മകമായ ദൃശ്യങ്ങൾ ഈ ക്ലിപ്പുകളിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. 5 ഇന്ത്യക്കാരനും ഒരു പാകിസ്ഥാനിയും ഉൾപ്പെടുന്ന 6 പേരടങ്ങുന്ന മൂന്നാമത്തെ സംഘം പ്രസിദ്ധീകരിച്ച ഉള്ളടക്കമാകട്ടെ ശത്രു രാജ്യത്തെ, അതായത് ഇറാൻ, അതിന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ മഹത്വവൽക്കരിക്കുകയും അതിന്റെ പ്രാദേശിക സൈനിക ആക്രമണങ്ങളെ അതിന്റെ നേട്ടങ്ങളായി തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോകളാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.